16 ഇന്ത്യൻ നാവികരെ ഇറാൻ തടങ്കലിലാക്കിയതായുള്ള വമ്പൻ വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു മാസം മുൻപാണ് UAEക്ക് സമീപമുള്ള അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വച്ച് 16 ഇന്ത്യൻ നാവികരടങ്ങിയ ഒരു കപ്പലിനെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്തതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇവരിൽ 10 പേരെ ഉടനടി തന്നെ ഇറാനിലുള്ള ജയിലിൽ അടച്ചു. ബാക്കിയുള്ള 6 പേരെ നിലവിൽ ആ ബോട്ടിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു മാസത്തിലധികമായി ഇവരുമായുള്ള ആശയവിനിമയം പൂർണ്ണമായും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള സൈനികരുടെ കുടുംബങ്ങൾ ആരോപിക്കുന്നത്. ഇവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഇറാനിൽ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാവികരുടെ ബന്ധുക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയും ഒപ്പം തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഇവർ ഹർജി സമർപ്പിക്കുകയും ചെയ്തതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നിലവിൽ ഇറാനിലെ ആഭ്യന്തര സാഹചര്യം വലിയ കലുഷിതമാണ്. ആഭ്യന്തര കലഹത്താൽ മൂർച്ഛിച്ച അവസ്ഥയിലാണ് ഇറാൻ. അതുമാത്രവുമല്ല, എങ്ങും കലാപങ്ങളും എങ്ങും സംഘർഷങ്ങളും മാത്രം. ഈ സാഹചര്യത്തിൽ ഈ ബന്ദികളാക്കപ്പെട്ട നാവികരെ വിട്ടുകിട്ടുക എന്നുള്ളത് അതീവ ദുഷ്കരമായിട്ടുള്ള നടപടിയാണ്. എന്നാൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് മുകളിൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കൃത്യം ഒരു മാസം മുൻപാണ് UAEക്ക് സമീപമുള്ള അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വച്ച് ഒരു കപ്പലിനെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്തത്. അനധികൃതമായി ഡീസൽ കടത്തൽ നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഒരു കപ്പലിന്മേൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിമുറുക്കിയത്. ഇതിലുണ്ടായിരുന്നത് 16 ഇന്ത്യൻ നാവികരായിരുന്നു. ഇതിൽ 16 പേരെയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആദ്യഘട്ടത്തിൽ തന്നെ തടങ്കലിലാക്കിയെങ്കിലും പിന്നീട് ഇവരിൽ 6 പേരെ ഈ കപ്പലിൽ തന്നെ വിടാൻ അനുവദിക്കുകയും കപ്പലിന് ചുറ്റും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കുകയും ചെയ്തു. 10 പേരെ ഇറാനിലെ ജയിലുകളിൽ അടച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനിലെ ബന്ദർ അബ്ബാസ് ജയിലിലേക്കാണ് ഈ നാവികരെ മാറ്റിയതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 8 പേരെ ഭക്ഷണ സാധനങ്ങൾ കുറഞ്ഞതോടെ കപ്പലിൽ തന്നെ തങ്ങാൻ അനുവദിച്ചു. കുടുംബങ്ങൾക്ക് വളരെ കുറച്ച് ബന്ധപ്പെടലുള്ള സാഹചര്യം മാത്രമാണ് ഇവരുമായിട്ടുണ്ടായത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആരോപിക്കുന്നത് പോലെ യാതൊരു തരത്തിലുള്ള കള്ളക്കടത്തും ഈ കപ്പൽ നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നാവികരുടെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. കപ്പലിൽ വളരെ കുറഞ്ഞ അളവിൽ സൾഫർ ഇന്ധനം മാത്രമേ ഉണ്ടായിരുന്നുവെന്നും അത് തന്നെ ഏറ്റവും പരിമിതമായ അളവിലായിരുന്നുവെന്നും നാവികരുടെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആരോപിക്കുന്നത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖലയുമായി ബന്ധപ്പെട്ട കപ്പലാണിതെന്നും ഈ കപ്പലിൽ വ്യാപകമായ രീതിയിൽ അനധികൃതമായി ഡീസൽ ഇന്ധനം കടത്താൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കപ്പലിനെ പിടികൂടിയതെന്നുമാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതീവ ഗുരുതരമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇറാനും ഇന്ത്യയും തമ്മിൽ നയതന്ത്രപരമായി അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇറാൻ വിദേശകാര്യ മന്ത്രാലയവുമായി അടുത്ത ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഏതു സാഹചര്യത്തിലാണ് 16 ഇന്ത്യൻ നാവികരെ ഇറാൻ സൈന്യം ഇപ്പോൾ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വിവരമാണ് ഇവർ ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇവരുടെ മോചനത്തിനായി ഇടപെടുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവരുടെ മോചനം അല്പം കൂടി വൈകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇറാനിലെ ആഭ്യന്തര സാഹചര്യം അത്രത്തോളം രൂക്ഷമാണ്, കലുഷിതമാണ്. ഇറാനിൽ നിലവിൽ തന്നെ ആഭ്യന്തര സംഘർഷത്തിൽ 20,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അതുമാത്രവുമല്ല, പ്രക്ഷോഭകാരികൾക്ക് നേരെ ഇറാൻ സൈന്യം രാസായുധം പ്രയോഗിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് അമേരിക്കയുടെ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഈ രാസായുധ പ്രയോഗത്തിന്റെ ഫലമായിട്ടാണ് 20,000-ലധികം ആളുകൾ ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നമുക്കറിയാം, വിലക്കയറ്റവും നാണയ വിലയിടിവും മൂലം പൊറുതിമുട്ടിയാണ് ഇറാനിലെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത്. കടകമ്പോളങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ട് വ്യാപാരികളാണ് പ്രധാനമായും ആദ്യം പ്രതിഷേധിച്ചത്. പിന്നീട് ഈ പ്രതിഷേധത്തിനൊപ്പം തന്നെ സർവകലാശാല വിദ്യാർത്ഥികളും ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പ്രതിഷേധത്തെ ആദ്യം അടിച്ചമർത്താൻ ഇറാൻ ഭരണകൂടം തയ്യാറായില്ല. ചർച്ചകൾക്കാണ് ഇറാൻ ഭരണകൂടം ആദ്യം മുൻകൈ നൽകിയത്. എന്നാൽ പിന്നീട് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും പ്രക്ഷോഭകാരികൾക്കിടയിൽ മൊസാദിന്റെ ചാരന്മാർ കടന്നുകൂടിയതായും
ആയത്തുള്ള അലി ഖമേനി നിർദ്ദേശിച്ചു. മൊസാദിന്റെയും അതുപോലെ തന്നെ CIA-യുടെയും ഏജന്റുമാരുടെ കൗശല ബുദ്ധിയാണ് ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ കാരണമെന്നുള്ള വലിയ ആരോപണമാണ് ഇറാൻ ഭരണകൂടം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഇറാൻ സൈന്യം തീരുമാനിച്ചത്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഈ പ്രക്ഷോഭകർക്ക് നേരെ ഇറാൻ സൈനികർ രാസായുധം പ്രയോഗിച്ചു. സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാസായുധം പ്രയോഗിച്ചത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്.